ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി അറിയാണ് അലീന തൻ്റെ സ്വന്തം മകളാണെന്നുള്ള സത്യം കേട്ടോ. അത് അലീന എഴുതി വെച്ച ആ ഡയറിയിലൂടെ തന്നെയാണ് വൈജയന്തി അറിയുന്നത് കേട്ടോ. അങ്ങനെ വൈജയന്തി ആണെങ്കിലോ ഈ ബാലചന്ദ്രൻ അറിഞ്ഞതിന് ശേഷം വൈജയന്തിയുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു കേട്ടോ. ബാലചന്ദ്രൻ അലീന വൈജയന്തിയുടെ മകളാണെന്ന് അറിയുമ്പോൾ അലീനയോട് വല്ലാത്തൊരു സങ്കടവും വിഷമവും ഒരു സഹതാപവും ഒക്കെ ബാലചന്ദ്രൻ്റെ ഉള്ളിൽ തോന്നിത്തുടങ്ങും കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ അലീനയെ ഇട്ട് വൈജയന്തി ബുദ്ധിമുട്ടിക്കുന്നത് കാണുമ്പോൾ ഒരു പെറ്റമ്മ സ്വന്തം മകളെ ഇട്ട് ഇങ്ങനെ ഓരോന്ന് എവിടെ ജനിച്ചതാടി, വഴിയിൽ ജനിച്ചതാണോ, തെരുവിലുണ്ടായതാണോ എന്നുള്ള അനാവശ്യ സംസാരങ്ങളൊക്കെ വരുമ്പോൾ അത് കേട്ട് നിൽക്കാൻ അങ്ങ് കഴിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ പ്രതികരിച്ചു തുടങ്ങും ഈ പറയുന്ന ബാലചന്ദ്രൻ കേട്ടോ. അപ്പോൾ ഓരോ ദിവസം ചെല്ലുമ്പോഴും ബാലചന്ദ്രൻ അലീനയെ സംരക്ഷിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ വൈജയന്തിക്ക് ദേഷ്യം കൂടി വരും കേട്ടോ. അങ്ങനെ വൈജയന്തി പറയുന്നുണ്ട്, നിങ്ങൾ അവളുമായി വല്ലാതെ അടുക്കണ്ട, അത് ശരിയല്ല എന്ന് പല തവണകളായി പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും പറഞ്ഞാൽ പറഞ്ഞാൽ കേൾക്കില്ല. കാരണം ബാലചന്ദ്രനെ അറിയാലോ, വൈജയന്തിയുടെ മകളാണ്, അവളറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അവൾക്ക് ഒരച്ഛൻ്റെ സ്നേഹം, അതായത് ഒരു അമ്മയുടെ സ്നേഹം കിട്ടാത്ത അവൾക്ക് എന്നിൽ നിന്ന് രണ്ടും കൊടുക്കണം എന്നുള്ള ആ ഒരു നിലപാടായിരിക്കും. അങ്ങനെ അലീന പറയുന്നുണ്ട്, അച്ഛൻ എന്നെ വല്ലാതെ സ്നേഹിക്കേണ്ട, എനിക്ക് അച്ഛ എന്ന് എല്ലാവരും കേൾക്കെ വിളിക്കാൻ പറ്റില്ല, ബബിതയും കൃഷ്ണയും മറ്റുള്ളവരൊക്കെ കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എന്തായാലും എന്നെ അച്ഛന്ന് പബ്ലിക്കിൽ വിളിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അച്ഛൻ എന്നോട് സ്നേഹം കാണിക്കണ്ട എന്നൊക്കെ പറയും കേട്ടോ. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് മുത്തശ്ശിയും സത്യം അറിയുമ്പോൾ മുത്തശ്ശിയും അലീനോട് വല്ലാത്ത സ്നേഹമാണ്. അപ്പോൾ വൈജയന്തിക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. എല്ലാവരും ഇവിടെ വേലക്കാരിയായി കൊണ്ടുവന്ന ഇവളെ ലാളിക്കുന്നത് കാണുമ്പോൾ തൻ്റെ മക്കളോട് പോലും ഇപ്പോൾ ബാലചന്ദ്രന് സ്നേഹമില്ല, അതുപോലെ തന്നെ മുത്തശ്ശിക്കും സ്നേഹമില്ല കേട്ടോ. ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവളെ ഇവിടെ പിടിച്ചു നിർത്താൻ നോക്കുന്നത് അത് പ്രത്യേകമായി വൈജയന്തി ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ സഹികെട്ട് വൈജയന്തി അലീനയോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയുകയാണ് കേട്ടോ, ഇറക്കി വിടുകയാണ്. അതിനെതിരെയായിട്ട് ബാലചന്ദ്രന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ അസഭ്യ വാക്കുകളായിരിക്കും വൈജയന്തി പറയുന്നത്. സ്വന്തം മകളാണെന്നറിയാതെ ബാലചന്ദ്രൻ അലീനയെ എന്തൊക്കെയോ ഉണ്ട് എന്ന് വരെ പറഞ്ഞു തുടങ്ങും കേട്ടോ. അത് കേട്ട് കേട്ട് മടുത്ത് അലീന പിന്നീട് ഒരു തീരുമാനമെടുക്കുകയാണ്, എൻ്റെ അമ്മക്കൊപ്പം നിന്ന് ഞാൻ പോട്ടെ, എൻ്റെ അമ്മയുടെ സ്വസ്ഥതയും സമാധാനം പോവുകയാണ്. ഒരിക്കലും എൻ്റെ അമ്മയുടെ പൂർവ്വകാല കഥകൾ പറഞ്ഞിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സിമ്പതി പറ്റാനോ ഇവിടെ അവകാശങ്ങൾ പറഞ്ഞ് ഇവിടെ നിൽക്കാനോ ഒന്നിനുമല്ല വന്നത്. എനിക്കെൻ്റെ അമ്മയെ കാണണം, അമ്മയുമായി കുറച്ച് നിൽക്കണം, അമ്മയുടെ ബന്ധുക്കളുമായി എനിക്ക് കൂടണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം എൻ്റെ സഫലമായി. പോരാത്തന്നെ എൻ്റെ മുത്തശ്ശിയെ എനിക്ക് നിനയിപ്പിച്ച് നടത്താനും കഴിഞ്ഞല്ലോ. പിന്നെ എൻ്റെ മുത്തശ്ശിയുടെ പേരക്കുട്ടിയാണ് ഞാനെന്നുള്ള സത്യം മുത്തശ്ശി അറിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ നിൽക്കുന്നില്ല, ഇനി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അലീന പോവുകയാണ് കേട്ടോ. അങ്ങനെ അലീന പോകുന്നു. പിന്നീട് അങ്ങ് അലീന എങ്ങോട്ടെന്നില്ലാതെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ തന്നെയാണ് അലീനയെ ഈ പറയുന്ന തൻ്റെ അച്ഛൻ്റെ അരികിലോട്ട് കൊണ്ടാക്കി വിടുന്നത് കേട്ടോ. അങ്ങനെ അതും വലിയൊരു സമാധാനം തന്നെ. അലീനക്ക് അവിടെയും സമാധാനം കിട്ടുമെങ്കിലും കൂടി അവിടെയും അലീന വൈജയന്തിയുടെ വീട്ടിൽ എന്തൊക്കെ ദുരിതം അനുഭവിച്ചു അതുപോലത്തെ ചെറിയ ചെറിയ പീഡനങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വൈജയന്തിക്ക് ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. ആ സമയം വൈജയന്തിയുടെ റൂമിൽ ആരും കിടക്കാനുണ്ടാവില്ല. ബബിതയും കൃഷ്ണയും ഒക്കെ വിളിച്ചാൽ പോലും അവർ വരില്ല. അപ്പോൾ അലീനയായിരിക്കും ഓരോ കാര്യങ്ങൾ വൈജയന്തിക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ എന്നും ഡെയിലി വൈജയന്തി ഇങ്ങനെ കിടന്നതിന് ശേഷം പതിയെ ചെറിയൊരു ഡിം ലൈറ്റിൽ ഇങ്ങനെ അലീന എന്തൊക്കെയോ കുറിക്കുന്നത് ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ. അതൊന്നും അത്ര കാര്യമാക്കില്ല. അവളുടെ ഒരു എഴുത്തൊരു വേലക്കാരി എഴുതുന്നത് എന്ത് എന്നുള്ള ആ ഒരു മനോഭാവമായിരുന്നു. അങ്ങനെ വൈജയന്തി ആ റൂം, അത് കൃഷ്ണമോളുടെ റൂമാണല്ലോ, ആ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി വൈജയന്തി ആ റൂമിലോട്ട് ചെല്ലാണ് കേട്ടോ. അങ്ങനെ ആ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നതിനിടയിലാണ് ഈ അലീന എഴുതി വെച്ച ആ ഡയറി ആ നിമിഷത്തിൽ അലീന എടുക്കാൻ മറന്നതാണ്. വൈജയന്തി തന്നെ ആട്ടി ഇറക്കി വിടുമ്പോൾ കിട്ടുന്നത് എടുത്തു പോകുന്ന ആ ഒരു അവസ്ഥയാണ്. അങ്ങനെ ആ ഡയറി അലീന എഴുതി വെച്ച ആ ഡയറി വൈജയന്തിയുടെ കണ്ണിൽ കാണാനിടയാവുകയാണ് കേട്ടോ. പിന്നീട് വൈജയന്തി ഇതെന്താന്നുള്ള ആ ഭാവത്തിൽ അങ്ങനെ വൈജയന്തി എടുക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ തന്നോട് പ്രിജിത മമ്മി പറഞ്ഞ കഥകളെല്ലാം ഇങ്ങനെ അതിൽ കുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തൻ്റെ അമ്മയെ തിരക്കി ഞാൻ എൻ്റെ അമ്മയുടെ നാട്ടിലോട്ട് പോകുന്നു, അവിടെ എനിക്ക് ആരൊക്കെ ഉണ്ടെന്ന് അറിയില്ല, എൻ്റെ അമ്മയാണ് ഞാൻ മകളാണ് എന്ന അംഗീകാരം കിട്ടാനൊന്നല്ല ഞാൻ പോകുന്നത്, എൻ്റെ അമ്മയെ കാണാനാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ എൻ്റെ
അമ്മയെ കണ്ടു, എൻ്റെ അമ്മ വൈജയന്തിയാണ്, അവർക്ക് 2 മക്കളുണ്ട് എന്നൊക്കെ, ഇങ്ങനെ 3 മക്കളുണ്ട് എന്നൊക്കെയുള്ള ആ സത്യങ്ങൾ ഇങ്ങനെ അതിൽ എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയം ഞാനൊരിക്കലും എൻ്റെ അമ്മയുടെ കുടുംബജീവിതം തകർക്കാൻ വന്നതല്ല, അവകാശങ്ങൾ നേടിയെടുക്കാനും വന്നതല്ല. എൻ്റെ പെറ്റമ്മ, ആ പെറ്റമ്മയുടെ അടുത്തൊന്നും നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ്. എനിക്കെൻ്റെ അമ്മയെ അമ്മയെന്ന് വിളിക്കണം അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ ആ ആഗ്രഹം ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നമാണ്. പക്ഷേ ഞാനിവിടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ്. അമ്മയുടെ ഇപ്പോഴത്തെ ഭർത്താവായ ബാലചന്ദ്രൻ അങ്കിൾ എന്നെ മകളായി അംഗീകരിച്ചിരിക്കുന്നു. ഈ പറയുന്ന എൻ്റെ അമ്മയുടെ മകളാണെന്നുള്ള സത്യം എൻ്റെ മുത്തശ്ശിയും അറിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തിയുടെ കയ്യിൽ നിന്നും ആ ഡയറി താഴെ വീഴണം കേട്ടോ. ഇത് തനിക്ക് വിശ്വസിക്കാനേ ആവുന്നില്ല. അങ്ങനെ പിന്നീട് ഓരോ വരികളും വായിക്കാൻ തിരക്ക് കൂട്ടാണ്. പിന്നീട് തൻ്റെ ആ പൂർവ്വകാല കഥകൾ അതൊക്കെ അതിൽ എഴുതി വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ അവിടെ വൈജയന്തി ഇങ്ങനെ ചിന്തിക്കുകയാണ്, അലീന പലപ്പോഴായി അന്ന് അങ്ങോട്ടേക്ക് പോയപ്പോൾ, ആഗ്രയിലോട്ട് പോയപ്പോൾ അവിടെ എന്താ ഉണ്ടായത് എന്നൊക്കെ തന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന വിധത്തിലുള്ള ആ ചോദ്യങ്ങൾ പറയുമ്പോൾ താൻ വല്ലാതെ ഭയന്നിരുന്നു. ആരും അറിയാത്ത കഥ ഇവളെങ്ങനെ അറിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അതിൽ എഴുതുന്നുണ്ട് വൈജയന്തിയുടെ, അതായത് എൻ്റെ മുത്തശ്ശൻ എന്നെ അമ്മയെ കുറ്റം പറയാൻ പറ്റത്തില്ല. അമ്മ ഒരിക്കലും ഞാൻ ജനിച്ചിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചെടുപ്പുണ്ടെന്ന് അമ്മക്ക് ഒരിക്കലും അറിയില്ല. മുത്തശ്ശൻ എന്നെ ഓർഫനേജിൽ കൊണ്ടാക്കിയത് കൊണ്ടാണ് അമ്മ അറിയാതെ പോകുന്നത്. അമ്മ മരിച്ചു എന്ന് കരുതിയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ കഥകളെല്ലാം കേട്ടപ്പോൾ എനിക്കെൻ്റെ അമ്മയെ കാണണം, എനിക്കെൻ്റെ അച്ഛനെ കാണണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ വീട്ടിലോട്ട് വന്നത്. എനിക്ക് മനസ്സ് നിറയെ എൻ്റെ അമ്മയുടെ കൂടെ ഒരുപാട് കാലം, ഒരുപാട് ദിവസങ്ങളോളം ഇവിടെ നിൽക്കാൻ കഴിഞ്ഞു. മാത്രമല്ല എൻ്റെ മുത്തശ്ശിയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ എൻ്റെ അച്ഛനായ ബാലചന്ദ്രൻ അങ്കിളും എൻ്റെ കഥകളെല്ലാം അറിഞ്ഞു. എനിക്ക് അനിയത്തിമാരും അനിയനും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ അതിൽ ഈ പറയുന്ന അനിയനും ഈ സത്യം അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നീട് റിവ്യൂ പറയാവേ, അങ്ങനെ ഈ കഥകളെല്ലാം വായിച്ചറിഞ്ഞ വൈജയന്തി പൊട്ടിക്കരയാണ് കേട്ടോ. വൈജയന്തിക്ക് സഹിക്കുന്നില്ല. വൈജയന്തി റൂമിലിരുന്ന് പൊട്ടിക്കരയാണ്. എൻ്റെ പൊന്നുമോള്, എൻ്റെ ഗർഭപാത്രത്തിൽ ആദ്യമായി ജീവൻ തുടിപ്പുണ്ടെന്ന് അറിഞ്ഞ ആ നിമിഷം, അന്നത്തെ ആ നിമിഷത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇതൊരു മോളായിരിക്കും എന്നൊക്കെ ലാലച്ചൻ പറഞ്ഞ ആ ഒരു കഥയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ച് പോവാണ് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ ആ സമയം അപ്പോഴേ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല വൈജയന്തി ഓരോ നിമിഷങ്ങൾ ഓർത്ത് ദുഃഖിക്കുകയാണ് കേട്ടോ. തൻ്റെ മകൾ തൻ്റെ മുന്നിൽ വന്നിട്ട് ഓരോ അമ്മയായ, എന്തൊരു പാപിയായ അമ്മയാണ്, എന്തെല്ലാം ക്രൂരതകൾ എൻ്റെ മോളോട് ഞാൻ ചെയ്തു, എന്തിന് പിഴച്ച് പെറ്റവൾ എന്നടക്കം ഞാൻ എൻ്റെ കുഞ്ഞിനെ പറഞ്ഞല്ലോ. സത്യത്തിൽ അങ്ങനെ തന്നെയാണല്ലോ, എൻ്റെ കുഞ്ഞു പാവം ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തത് ഒരു പഴച്ച് പെറ്റ ഒരു രീതി തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പൊട്ടി തൻ്റെ ആ തലക്കടിച്ച് കരയുമ്പോൾ അങ്ങോട്ടേക്ക് ബാലകൃഷ്ണൻ വരാൻ കേട്ടോ. എന്താ വൈജയന്തി നിനക്ക് പറ്റിയതെന്ന് ചോദിക്കാൻ കേട്ടോ. ആ സമയം വൈജയന്തി ഒന്ന് പതറുന്നുണ്ട്. വൈജയ് നിന്നോടാ ചോദിക്കുന്നത്, നീ എന്തിനാ കരയുന്നത്? അപ്പോഴേക്കും ബാലചന്ദ്രൻ്റെ കഴുത്തിനങ്ങ് പിടിക്കാൻ കേട്ടോ. ഷർട്ടിലങ്ങ് കുത്തിപ്പിടിച്ചിട്ട്, നിങ്ങൾ എന്നോട് ഇത്രയും വലിയൊരു പാപം ചെയ്യുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല. വൈജയ് നീ എന്താ ഈ പറയുന്നത്? ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്ത്? എൻ്റെ പൊന്നുമോള് എൻ്റെ അരികിൽ വന്നിട്ട് നിങ്ങൾ ആ സത്യം എന്നോട് എന്താ തുറന്ന് പറയാതിരുന്നത്? അത് കേൾക്കുന്നതിനോടുകൂടി ബാലചന്ദ്രൻ നിശബ്ദമായി പോവാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ വൈജയ് പറയുന്നുണ്ട്, എനിക്കെൻ്റെ പൊന്നുമോളെ കാണണം, എനിക്കൊരു കുഞ്ഞുണ്ടെന്നും ഈ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നും ഒക്കെ നിങ്ങൾ എല്ലാ കഥകളും അറിഞ്ഞു വെച്ച് എൻ്റെ മകളെ എൻ്റെ അരികിലോട്ട് കുറച്ച് ദിവസങ്ങൾ നിൽക്കാൻ വന്നപ്പോൾ എന്നോടും കൂടി ആ കഥ പറയുകയായിരുന്നെങ്കിൽ, എൻ്റെ മകളാണെന്ന് എന്നോട് പറയുകയായിരുന്നെങ്കിൽ തീർച്ചയായും എൻ്റെ പൊന്നുമോളെ ഇങ്ങനെ സങ്കടത്തോടു കൂടി ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വായിച്ച് പൊട്ടിക്കരുമ്പോൾ മുത്തശ്ശി അങ്ങോട്ടേക്ക്, എന്താ ബാലചന്ദ്ര ഇവിടെ എന്ന് ചോദിച്ചു വരേണ്ട. അപ്പോഴേക്കും അമ്മ എന്നോട് ഈ ചതി ചെയ്യേണ്ടായിരുന്നു. എൻ്റെ മകള് ഇന്ന് മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു കല്യാണത്തിനടക്കം സമ്മതിച്ചത്. അപ്പോൾ ഉടൻ തന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ, വൈജയ് നീ എന്താ പറഞ്ഞത്? അതെ, എനിക്കെൻ്റെ മോളെ കാണണം, എനിക്ക് കൂടുതലായി ഒന്നും അറിയണ്ട, എനിക്കെൻ്റെ മോളെ കാണണം. അലീന മോൾ എൻ്റെ മോളായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് പറയായിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുതരം മാനസിക സമനില തെറ്റിയതുപോലെ വൈജയ് ഇങ്ങനെ പെരുമാറണം കേട്ടോ.